ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയാനുള്ള കാരണം, നേരത്തെ ഞങ്ങൾ ഒരു വാർത്ത നിങ്ങൾക്ക് നൽകിയിരുന്നു. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത്. ഈ വാർത്ത വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കേന്ദ്രത്തിന്. കേന്ദ്രം യൂറോപ്യൻ യൂണിയന്റെ കാല് പിടിക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ആ പ്രമേയം പാസാക്കരുത്. ആ പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ കേന്ദ്രത്തിന് വലിയ തിരിച്ചടി ലഭിക്കുമെന്നുള്ള സൂചന ലഭിച്ചതിനെ തുടർന്നാണ് കേന്ദ്രം യൂറോപ്യൻ യൂണിയന്റെ കാല് പിടിക്കാൻ തയ്യാറായത്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ പറയുന്നത്, ഞങ്ങൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് ഒരാളുടെയോ രണ്ടാളുടെയോ തീരുമാനമല്ല, മറിച്ച് വിവിധ ഗ്രൂപ്പുകൾ തയ്യാറാക്കിയ വളരെ വീക്ഷണത്തോടു കൂടിയ റിപ്പോർട്ട്, അത് ഒരു കരടാക്കി യൂറോപ്യൻ യൂണിയനിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ കടുത്ത ഭാഷയിൽ മോദിക്ക് നേരെ വിളിച്ചു പറയുമ്പോൾ, എങ്ങനെയെങ്കിലും ആ പ്രമേയം പാസാക്കാതിരിക്കാൻ വലിയ രീതിയിലുള്ള ശ്രമം നടത്തുകയാണ് കേന്ദ്രം. അതിന്റെ ഭാഗമായിട്ട് വിദേശകാര്യ പ്രതിനിധിയായിട്ടുള്ള ഗീതു കുമാറിനെ ഉടൻ തന്നെ ഇന്ത്യ യൂറോപ്പിലേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം കേന്ദ്രം ചെയ്യുന്നത്, കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറിനെ അയക്കാനാണ് കേന്ദ്രം തീരുമാനിക്കുന്നത്. എസ് ജയശങ്കർ പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് വ്യക്തമായില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പോയിട്ട് യൂറോപ്പിൽ കാര്യങ്ങൾ വിവരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ഉള്ളത്. 26 രാജ്യങ്ങൾ ശക്തമായ നിലപാടുമായി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുന്നോട്ട് പോകുമ്പോൾ മുട്ടുമടക്കിയിരിക്കുന്നു. ആകെ ഭയപ്പാടിലാണ്. കാരണം ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വത്തിന് ശ്രമിക്കുന്ന കേന്ദ്രത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇതൊരു വലിയ തിരിച്ചടിയായി മാറും. അതിനാൽ തന്നെ യൂറോപ്യൻ യൂണിയനെ എങ്ങനെയെങ്കിലും ചാക്കിട്ട് പിടിക്കണം. പക്ഷേ അതിന് നിൽക്കുന്നുമില്ല എന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് കേന്ദ്രത്തിന് വേട്ടയാടുന്നുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചയാണ് കേന്ദ്രത്തിൽ നടക്കുന്നുള്ളത്. കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർ ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. പക്ഷേ ഈ തീരുമാനത്തിൽ ഒട്ടും പിന്നോട്ട് പോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ ആവർത്തിച്ചു പറയുമ്പോൾ ഇന്ത്യക്ക് വലിയ തിരിച്ചടി യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. Monster.